അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, യാ സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസകന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് തൻ്റെ അനുയായികളോട് പറയുന്നു, സ്വഹാബത്തേ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നബി തങ്ങൾ അവിടുന്ന് ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് അത് തന്നെയാ പറയാനുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അതേ വാക്ക്, സഹോദരാ, നമുക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. നമ്മളും മരിക്കേണ്ടവരാണ്. നമ്മളും പള്ളിപ്പറമ്പിൽ ഖബറിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ഈ ഓർമ്മയോടുകൂടി വേണം ഞാനും അങ്ങനെ ഒരു ഓർമ്മ നമ്മളിൽ ആർക്കാവുള്ളത്. മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? ഖബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? മഹ്ശറയിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? പടച്ചവനെ, നമുക്ക് മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ. ഉസ്താദേ, എവിടെ പോയാലും മരണവും ഖബറുമല്ലാതെ വേറെ ഒന്നുമില്ലമല്ലടോ. മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. എല്ലാവരും കളിയാണ്, ചിരിയാണ്, ആഘോഷമാണ്, സന്തോഷമാണ്. എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ. എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്, ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്. അത് പറഞ്ഞുകൊണ്ട് ചിരിയും കളിയുമായി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട്, കുല്ലും റീൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മോനെ, നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ പൊന്നുമോന്. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നതെന്നറിയോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ. മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടിത്തി വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. ചെറുപ്പക്കാരാ, പെങ്ങളെ, അതാ മരണമെങ്ങാണം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്നങ്ങ് കടന്നു വന്നാൽ എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന ഖബർ കാണിച്ചിട്ട് പറഞ്ഞു, സഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ സഹോദരാ? ഖബർ കാണുന്നവരാണ്, ഖബറടക്കിയവരാണ്, ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവരാണ്. എന്തിനാ പടച്ചവനെ, ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ. ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ. എന്തേ നമുക്ക് ആ ചിന്ത വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖബറിനെ കുറിച്ചൊരു പേടിയുമില്ലടോ. ഖബർ കുഴിക്കുന്നവന് പോലും പേടിയില്ലടോ. ഖബർ കുഴിക്കുന്ന മനുഷ്യന് പോലും ഖബറിനെ കുറിച്ചൊരു ചിന്തയുമില്ല. മുണ്ട് മടക്കി വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നവനും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. ആ മനുഷ്യനും ഖബർ പേടിയില്ല, ഖബർ കുഴിക്കുന്നവന് പേടിയില്ല, ഖബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, മയ്യത്ത് വെറുത്ത് വെക്കുന്നവന് പേടിയില്ല.
പേടിയില്ല, മണ്ണുവാരിയിടുന്നവന് പേടിയില്ല, സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്? അവിടെ നിന്നാണ്. തമാശ പറയുന്നത് അവിടെ നിന്നാണ്. രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. ഫോൺ വിളിക്കുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്നറിയുവോ ചെറുപ്പക്കാരാ? വാപ്പാ, നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിനക്ക് ആ ഖബറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില കിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയളിരിബു അലാ സ്വദിരീ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഖബർ കുഴിക്കുന്ന സഹോദരാ, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, ആസ്വദിക്കുന്നത് പോയിട്ട്, കടിക്കാൻ ഭക്ഷണമെടുത്ത് നിന്റെ മുമ്പിൽ വെച്ചാ വയളിരിബു അലാ സ്വദിരീ, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ്. നീ കരയുകയാണ്, നീ കരയുകയാണ്. നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, അത് ഖബറാണടാ മോനെ, അത് ഖബറാണടാ മോനെ. വഅദ് പറയുന്നത് കേട്ടാ മോനെ പേടിക്കണേ, പെങ്ങളെ പേടിക്കണേ. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. നിൽക്കരുത്, അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. കാരണം അത് ഖബറാണ്. ആ ഖബറിനെ നീ സൂക്ഷിക്കണേ. പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങൾ പടച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ കരയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുന്ന സമയത്ത് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത്, ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത്? പെങ്ങളെ, കൂടപ്പറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. പടച്ചവനെ, ഞാനും നിങ്ങളും ദുനിയാവ് ജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടടോ. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല കടന്നു പോകുന്നത്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ. പെങ്ങളെ, നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റയ്ക്കല്ല പോകുന്നത്. ചെറുപ്പക്കാരാ, നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത്. പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ. എന്നാ നിന്റെ ജീവിതം
ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അവിടെ ഒറ്റയ്ക്കാ പോകുന്നത് പെങ്ങളെ, ഒറ്റയ്ക്കാ മോളെ പോകുന്നത്. നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കയറിയിട്ട് ഫാനിടാതെ ലൈറ്റ് ഇടാതെ വാതിലടച്ചിട്ട് നിന്റെ ബെഡ്റൂമിനകത്തൊരു 10 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? പാതിരാത്രി 12 മണിക്കല്ല, പകല് പോലും നമുക്കൊരു റൂമിനകത്ത് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഖബറാടാ ചെറുപ്പക്കാരാ, അത് ഖബറാ മോളെ. അവിടെ കൂടെ ആരും വരില്ല പെങ്ങള്. നീ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാണ് ഖബറ്. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ മോനെ. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ. ആ ഖബറിനകത്തെങ്ങാനും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ്. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, നന്നാകണമെന്നുണ്ട്, നന്നാകണം. അതേ സീരിയല് കാണുന്നത് നിർത്തണം, അതാ ശരീരം മറച്ചുകൊണ്ട് അള്ളാനെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള്, നന്നാകണോ മോള്, നന്നാകണോ ചെറുപ്പക്കാരാ? കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? ദുസ്വഭാവങ്ങൾ മാറണോ? നിസ്കരിക്കുന്നവനാകണോ? നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? 5 നയാ പൈസയുടെ ചെലവില്ല, 1 രൂപയുടെയും ചെലവില്ലാതെ നന്നാകാ. നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട, വയല് കേൾക്കണ്ട, നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്ന് ചോദിക്കുകയാ. കള്ളുകുടിയനായിരുന്നില്ല, വ്യഭിചരിക്കുന്നവനായിരുന്നില്ല, പലിശ തിന്നുന്നവനായിരുന്നില്ല, നിസ്കരിക്കാത്തവനായിരുന്നില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മോശക്കാരനായിരുന്നില്ല. ആരാ അബൂദർ എന്നറിയോ? ആരാ അബൂദർ എന്നറിയോ? അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയോ? അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം നിബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനും ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, അല്ലാ നിബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട. അബൂദർ മിണ്ടാതെ നടന്നു പോയടോ, അബൂദർ മിണ്ടാതെ നടന്നു പോയടോ. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ, സലാം പറഞ്ഞില്ലല്ലോ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചതാരാ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്. അത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ല. ഇത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്? ഈ അബൂ
അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഈ അബൂദറിനെ ഈ മദീനക്കാർക്ക് പോലും അറിയാത്ത സഹാബിയ. ഈ മദീനക്കാർക്ക് പോലും ഈ അബൂദറിനെ പരിചയമില്ല. ആ സമയത്ത് നിനക്ക് എങ്ങനെയാണ് പരിചയം? നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അസ്റു ഫിൽ അർളി യാ റസൂലല്ലാഹ്. ഈ ഭൂമിയിലുള്ളവർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള VVIP ആണ് അബൂദർ. ഈ അബൂദറാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇബാദത്തുകൾ അധികരിപ്പിക്കണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ, നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന്. ഞാൻ പേടിയില്ലാത്തവനാ ഉസ്താദ്. ഏതു പാതിരാത്രി 12 മണിയാകട്ടെ, 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ്. നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. പാതിരാത്രി 12 മണിക്കല്ല, നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ? ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നാളെ പകല് നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ? പടച്ചവനെ, പള്ളിയുടെ സൈഡിൽ ഒരു ഖബർസ്ഥാൻ കാണാം. ആ ഖബർസ്ഥാനിലേക്ക് പാതിരാത്രി 2 മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ? എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു ഖബർ നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ. നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ഖബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആ ഖബറിനകത്ത് ഒറ്റയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി 2 മണിക്കല്ല, പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കൈകാലുകൾ വിറയ്ക്കാതെ, ശരീരം വിയർക്കാതെ, ഹൃദയം പിടയാതെ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തിരിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാ സഹോദരാ ധൈര്യമുള്ളത്? അത്രയും ചങ്കൂറ്റമുള്ള ആരാവുള്ളത്? ഒന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട് നിനക്കും ഇരിക്കാൻ പറ്റുമോ? സഹോദരാ, കൈ വിറയ്ക്കുമടോ, കാല് വിറയ്ക്കുമടോ, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാ. കാരണം ഖബറാമോനെ, ഖബറാമോനെ. അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ, ഖബറിലിറങ്ങല്ലേ. ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്കൊന്നു നോക്ക്, ചുറ്റുഭാഗമൊന്നു നോക്ക്. ഖബറിന്റെ ആഴമ സോദരാ നീ നോക്ക്, അതിലേക്ക് നിന്നെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ
ഓരോ ഖബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എൻ്റെ താഴെ കിടക്കുന്നവൻ്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്താ, പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ, നിന്റെ സീരിയൽ പ്രേമം മാറണോ, നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ. മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്? ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ. തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ, നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ്. എന്താണ് വിശ്വാസമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാം പോകുമെന്ന്, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും. മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കൂലേ? മരിക്കുമോ ഇല്ലേ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എടാ ചങ്ങാതി, നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കും. നീ ആലേക്കാ പൊക്കണോ വേണ്ടേന്ന്? എടോ, കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസറായിൽ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും ഉറപ്പുള്ള ഒരു മക്കാമിന്റെ ചാരത്തങ്ങ് നിൽക്കണ്ട. മഹാന്മാരുടെ ഖബർ കാണലും സിയാറത്തേക്കല്ല, ഖബറാ, പക്ഷെ സൂക്ഷിക്കണം. മോനെ, മതിലിന്റെ മൂടി ഇരിക്കുന്നവനോ താഴെ ഇറങ്ങിയിരിക്കാൻ പറയടോ. ഓനെ കസേര ഇട്ട് കൂടെ താഴെ ഇറങ്ങ് ഇൻഷാ അല്ലാഹ്. മഹാന്മാരുടെ മഖാമാണെങ്കിലും അതൊരു ഖബറാണല്ലോ. ആവശ്യമുള്ള സമയത്ത് അവിടെ പോയി ഇരിക്കാവൂ. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സമയത്തൊന്നും അവിടെ പോയി ഇരിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളെ, നിങ്ങൾ കൈതാഴ്ത്തിയിട. നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും നമുക്കെന്നാ പേടിക്കാനാ? നിങ്ങളെന്തോ പേടിക്കാനാടാ? നമുക്കിപ്പോൾ അസറായിൽ വന്നാൽ കൂടെ പോകണം. മുകളിൽ ആകാശം, താഴെ ഭൂമി. ഹാഫിലല്ലേ നീയൊക്കെ? നിങ്ങൾ എന്തിനാ കയ്യുമ്പൊക്കെ ഇരിക്കണേ? അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ ആരെങ്കിലും വഴുതു പറയുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്ന പെണ്ണുങ്ങളുടെ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരും മരിക്കുവോ? മരിക്കുവോ ഇല്ലേ? മരിക്കും. അപ്പൊ എല്ലാവരും മരിക്കുമെന്നുറപ്പാ. അപ്പം മരിക്കുന്നതിന് മുമ്പ്, ആ മരിച്ച് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. എങ്ങനെ?
5 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ അങ്ങോട്ട് പോകുന്നതെങ്കിൽ നിന്റെ മണ്ണറ മണിയറയാകും, നീ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കാലിനൊരു ചെറിയ വേദന എടുത്തപ്പോൾ ഇത്ര വേദന ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ വേദന എന്തായിരിക്കും? ഒരു മസിൽ പിടിക്കുക എന്തോ ചെയ്യുമ്പോൾ ഇത്രയും വേദന ഉണ്ടായെങ്കിൽ മരണത്തിൻ്റെ വേദന എത്രയായിരിക്കും? പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ചുമ്മാതാട്ടോ, അങ്ങനെയൊന്നും പറയരുത്. പ്രസവത്തിന് മരണവേദനയാണെന്ന് പെണ്ണുങ്ങൾ പറയുന്നു. ചില പെണ്ണ് ഞാൻ നോക്കുമ്പോൾ, നാട് പറയുന്നില്ല, നമ്മുടെ കേരളക്കാരനെ ഒരാൾ, അദ്ദേഹത്തിന് 7-8 മക്കളുണ്ട്. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഭാര്യ ഗർഭിണിയാ, ദുആ ചെയ്യണമെന്ന്. 8 മക്കളുണ്ട്, അദ്ദേഹം നല്ല പ്രായമായി. അപ്പോൾ 8 മക്കളുണ്ട്, ഇപ്പോഴും ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചിരിച്ചു. ഓക്ക് പ്രസവിക്കുന്നത് ഒരു സുഖോസ്താദെ, അതാ. അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ചില പെണ്ണുങ്ങളാണ് പറയുന്ന വല്ലാത്ത മരണത്തിൻ്റെ വേദനയെന്ന്. ആര് പറഞ്ഞു? ഒരിക്കലും പ്രസവത്തിന് മരണത്തിൻ്റെ വേദനയില്ല. നിങ്ങൾ പറയും സിറാജിന് അങ്ങനെയൊക്കെ അറിയാം, സിറാജ് പ്രസവിച്ചിട്ടില്ലല്ലോ എന്ന്. അത് പ്രസവിക്കേണ്ട കാര്യമൊന്നുമില്ല പെങ്ങളെ. മരണത്തിൻ്റെ വേദനയില്ല എന്ന് പറയാനുള്ള കാരണം, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം ഒരു ഡോക്ടർ, ഒരു 3-4 നേഴ്സുമാരല്ലേ നിങ്ങളുടെ അടുത്ത് നിന്നത് അല്ലേ, കയ്യും കാലൊക്കെ പിടിക്കാൻ? അങ്ങനെ ആയിരിക്കും അല്ലേപ്പാ? നമ്മളിപ്പോൾ ആരുടെ അവസ്ഥാന്മാരുടെ വെച്ചിട്ട് കാര്യമില്ലല്ലേ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന നേരത്ത് ചിലപ്പോൾ നമ്മളതിനകത്തൊന്നും കയറാത്തതുകൊണ്ട് നമുക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്ന ഒരു ഡോക്ടർ കാണും, ചിലപ്പോൾ 2-3 നേഴ്സുമാർ കാണും. ചിലപ്പോൾ എൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞ് അറിവിച്ച് നോക്കുമ്പോൾ അവർ കയ്യും കാലൊക്കെ പിടിക്കുമെന്നാണ് പറയണേ. ഇനി ഒരു 5 പേരുണ്ടെന്ന് വിടറ. നീ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ അടുക്കൽ നിന്നെ കയ്യും കാലൊക്കെ പിടിച്ചു വെക്കാൻ 5 പേരുണ്ടായിരുന്നു എന്ന് കരുതുക. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കുന്ന മലക്കിൻ്റെ എണ്ണം 70 മുതൽ 70,000 വരെയാണ്. ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്നാണ്. അപ്പൊ ഈ 70,000 മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? ഒന്നാലോചിക്ക്. നിന്നെ ആകെ പിടിച്ചത് 5 പേര്. ഈ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്താ പെങ്ങളെ? ഒന്ന് ചിന്തിക്ക്. മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. എന്നിട്ടും മാറ്റം വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? ആ വേദന പോലും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല, നമുക്കതും അറിയത്തില്ല. അപ്പൊ അത്രയും വേദന പോലും താങ്ങാൻ പറ്റാത്ത നീ എങ്ങനെ മരണത്തിൻ്റെ വേദന താങ്ങാം? അതാ പറഞ്ഞ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും നിങ്ങളിൽ പലരും നന്നാകാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. 5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? 5ഉം പറയാന്ന് വാക്കൊന്നും ഞാൻ പറയൂല. 11 മണി വരെ സമയമുണ്ട്. അതിനകത്ത് പടച്ചവനെ പറയേണ്ടതൊക്കെ പറയണം. വഴുതു പറയണം, ബക്കറ്റ് പിരിവ് നടത്തണം. പിന്നെ പിരിവുണ്ടോ? പിരിവുണ്ടോ? എന്ന് പിരിവ് വല്ലതും ഉണ്ടോ? എന്തോ പിരിക്കാനാ പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. റോഡിൻ്റെ സൈഡിൽ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഒരു കടയുണ്ട്. ആ ചങ്ങാതി കരിമ്പ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അടിച്ചതിൻ്റെ മാക്സിമം ചാറ് ഊറ്റിയെടുക്കും. എന്നിട്ടത് കളയുന്നതിന് മുമ്പ് ഒരു നാരങ്ങ കഷ്ണമോ ഇഞ്ചിയോ കയറ്റി വെച്ചിട്ട് ഒരടിയുണ്ട്. ഇനി ആ ഷോർട്ടർ അടിയാണ് അവിടെ നടക്കാൻ പോന്നെ. നീ ചിരിക്കണ്ട, നീ അമ്പലത്തിൻ്റെ പൈസ പിന്നെ മോലാളിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കൊടുത്തോണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വല്ല സ്വർണ്ണം ഉണ്ടെങ്കിൽ ഉരി തന്നാൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഉരിത്ത. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ? അല്ലാഹ് പറയുകയാണ്, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹ് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ, ഒരു സംശയമില്ല. അതെവിടെ വെച്ചാണെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, നടറോഡിൽ കിടന്നാണോ, വാഹനത്തിനകത്ത് കിടന്നാണോ, പടച്ചവനെ പള്ളിക്കകത്ത് കിടന്നാണോ, നിസ്കാരപ്പായിലിരുന്നിട്ടാണോ, അല്ലാഹുവേ ഐസിയുവിനകത്താണോ, വെന്റിലേറ്ററിലാണോ, എവിടെയാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമടോ. എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പെങ്ങളെ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ. അല്ല പറയുകയാ, നീ മരിക്കുകയാണെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ല പറയാ, നീ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ്, ഇത് പറയാനാണോ നീ 40 മിനിറ്റ് എടുത്തത്? ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്ത മുതുകുടിയാൻ അറിയത്തില്ലേത്? ആരോട് ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ നമ്മള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിചാരമുണ്ട്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കൂ, നമുക്കിതറിയാം. എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോൾ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ച് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തേ? ഉമ്മാൻ അറിയാഞ്ഞിട്ടാ? വാപ്പ, നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തു പോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ. എന്തിനാ? വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ? ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. അതിനകത്ത് നിന്ന് നീ മനസ്സിലാക്കണം, അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഉസ്താദേ, ഹജ്ജ് ചെയ്തവനാ, ഉംറ ചെയ്തവനാ, പള്ളി കെട്ടിക്കൊടുത്തവനാ, അറിവ് പഠിച്ചവനാ, ഹാഫിള, ആലിമ, ഇമാമ, പ്രഭാഷകനാ, എപ്പോഴും ഞാൻ കയ്യിലെ തസ്ബീഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാ. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടോ? പെങ്ങളെ, ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയോ? ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ദഖലൽ ജന്ന. നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്. കാരണം തഴമ്പുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, ജുബ്ബയുണ്ട്. പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് നടക്കുമ്പോ, വാപ്പാ, നീ അല്ലാന്റെ
ഖുർആൻ ഓതാറില്ലേ? ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ, ഒരുപാട് ദുആയുണ്ടല്ലോ. ഈ ദുൽഖഅദ് മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, എത്രയോ പേര് ഹജ്ജിന് വേണ്ടി യാത്രയായി. പലരും ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്ന മാസമാണല്ലോ. എല്ലാവരും പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ഹജ്ജ് ചെയ്യേണ്ട മാസമാണ്. എവിടെയാ? കഅബാലയത്തിലേക്കല്ലേ കടന്നു പോകുന്നത്. ഈ കഅബാലയം പണിതതാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയല്ലേ കഅബ പണിതത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവര് രണ്ടുപേരും കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി ചെയ്ത ദുആ എന്തെന്നറിയോ? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് നാഥാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ഇബ്രാഹിം നബിയും അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബേ ഈമാനുള്ള ഒരു മരണം തരണേ ചെറുപ്പൈ തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള പ്രവാചകനാണ് യൂസുഫ് നബി. ആ യൂസുഫ് നബി ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹു പറയുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ, പൊട്ടക്കിണറ്റിൽ എന്റെ കൂടപ്പറപ്പുകൾ വലിച്ചെറിഞ്ഞു, അവിടെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി. പടച്ചവനെ, അവസാനം എന്നെ നീ അടിമയായി എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചു, ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. പടച്ചവനെ, സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. യൂസുഫിന് വേണ്ടത് അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല, സുഖജീവിതമല്ല. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. യൂസുഫിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന്. എന്റെ അഭിലാഷമാണ് പടച്ചവന്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനുള്ള ഒരു മരണം വേണമല്ലോ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണമല്ലോ. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു, യൂസുഫ് നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഉപ്പമാരെ, മക്കളോട് വാപ്പമാര് ചെയ്ത വസിയത്ത് ഖുർആൻ പറയുകയാ, വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. പെങ്ങളെ, എന്തിനാ കൂടുതൽ പറയുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ മഹദി പറയുകയാണ്, രാത്രിയിൽ കരച്ചിൽ കേൾക്കുകയാണ്, തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീബി ഞെട്ടി ഉണരുമ്പോ ആരാ കരയുന്നതെന്നറിയുവോ? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മസ്ജിദുൻ നബവിക്കകത്ത് കിടന്ന് കരയുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളെ കാണാണ് കരയുന്നത്. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുവോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ആയിഷ. മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ്. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ കൊലകൊമ്പന്മാര് നീ ചരിത്രം വായിച്ചു നോക്കാറില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? വല്ലാഹുവിന് ബാഗൂറ എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെട്ടിരുന്ന അല്ലാഹുവെ ആകാശത്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുത്ത മഹാനാണ് വല്ലാഹുവിന് ബാഗൂറ. എങ്ങനെയാണ് ചത്തുപോയതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നില്ലേ? നൂഹ് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, ലൂത്ത് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, പ്രവാചകന്മാരുടെ മക്കളുടെ ചരിത്രമെടുക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമെടുക്ക്, ഹാഫിളീങ്ങളായ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് മുത്തഅല്ലിമീങ്ങള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എത്രയെത്രയോ കൊലകൊമ്പന്മാര് പടച്ചവനെ ഈമാനില്ലാതെ മരിച്ചു പോയില്ലേ? എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്തവരുടെ കഥയറിയുമല്ലോ. പടച്ചവനെ എങ്ങനെയാ ചെയ്തത്, എന്തു പറ്റി ഇവർക്ക്? ഞാനും നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടല്ലോ. ഒരു നിമിഷം മതി പെങ്ങള്, ഒരു നിമിഷം മതി പെങ്ങള്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ തകർന്നു പോകുന്ന ഒരു സെക്കൻഡ് മതി സഹോദര ജീവിതം അവസാനിപ്പിക്കാൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ദുർമരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. കാരണം എല്ലാവർക്കും പേടിയാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നാ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോ 25% ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാൻ പേടിയാ. ചോദിച്ചാൽ പറയും ആഖിറം നഷ്ടപ്പെട്ടു പോകും, ദുനിയാവും പോയി ആഖിറവും പോയി. അതുകൊണ്ട് ആത്മഹത്യ വളരെ കുറവായിരുന്നു. ഇപ്പോഴോ ഫോൺ കൊടുത്തില്ലെങ്കിൽ തൂങ്ങും, കറങ്ങാൻ വിട്ടില്ലെങ്കിൽ തൂങ്ങും, തല്ലിയ റൂമിനകത്ത് കയറി തൂങ്ങും. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. താടിയിലും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല പെങ്ങളെ. ഒരൊറ്റ നിമിഷം, അതാ ഒരൊറ്റ നിമിഷം എപ്പോഴാ തിരിയണെന്നറിയില്ല. ആത്മഹത്യയെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, തോറ്റു, പോയി അങ്ങ് തൂങ്ങും. എന്താ കിട്ടൂടാ ചങ്ങാതി? എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹിനെ കുറിച്ച് പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിൻ്റെ ഗൗരവം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. ആരെന്നറിയോ? ആരെന്നറിയോ? ആത്മഹത്യ ചെയ്യുന്നവർ. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ കിടക്കൂ വെച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹറാമാ. കാരണം കള്ളു കുടിച്ചാൽ പൊറുക്കും, വ്യഭിചരിച്ചാൽ പൊറുക്കും, പലിശ തിന്നാ പൊറുക്കും. നീ എന്തു പാപം ചെയ്താലും പൊറുക്കും. പൊറുക്കണമെങ്കിൽ നീ വേണ്ട ഇവിടെ. തൗബ ചെയ്താലല്ലേ പാവം പൊറുക്ക. തൗബ ചെയ്യണമെങ്കിൽ നിനക്ക് ആയുസുണ്ട്. ആയുസുണ്ടെങ്കിലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ഈ ചത്തവൻ എവിടെ പോയി തൗബ ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെയും യൂസുഫ് നബിയുടെയും നബിതങ്ങളുടെയൊക്കെ ചരിത്രം പറഞ്ഞത് പേടിപ്പിക്കാനൊന്നുമല്ല. കൂടുതൽ അങ്ങ് നെളിയണ്ട. കൂടുതലൊന്നും ഫർദയും ഹിജാബിലൊന്നും ഒരു കാര്യമില്ല താത്താമാരെ.
ഉസ്താദ് താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നീ എല്ലാം ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യം? നിസ്കാരമുണ്ട്, എല്ലാത്തിനും ഒരുപാട് നിസ്കാരം ജീവിതത്തിലുണ്ട് ഇല്ലേ? ഒരുപാട് നന്മ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും. നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കില്ല നല്ലത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ഉസ്താദ് ഞാൻ 5 നേരം വന്ന് നിസ്കരിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടിയ മരിക്കൂ എന്ന് ഉറപ്പിച്ചിട്ട് നടക്കാം. വാപ്പ എങ്ങനെ? എൻ്റെ പൊന്നാര വാപ്പ, നിസ്കാരം എന്താന്ന് നിനക്കറിയോ? എടാ, നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹുവല്ല ഓതും. ആരെങ്കിലും കാണാമുണ്ടെങ്കിലോ? എല്ലാവരും പറയുന്ന നിസ്കാരമുണ്ട് നിസ്കാരമുണ്ടെന്നല്ലേ? എല്ലാവരുടെ ധൈര്യം ഞാൻ നിസ്കരിക്കുന്നവനാ. അപ്പൊ എനിക്ക് അല്ലാഹുവിന് നല്ല മരണം തരുമെന്ന് കരുതിയിട്ട് ഉറപ്പിച്ചു നടക്കുന്ന വാപ്പയോട് നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ? എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ? ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ, ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഖത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ പ്രായമായവരോട് ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലെ ഒരു വിരൽ പഴുത്തു, കാലിലെ ഒരു വിരൽ പഴുത്തു. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് വേദനയായി. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് ഈ വിരൽ മുറിച്ചു മാറ്റണം തങ്ങള്, ഈ വിരൽ മുറിച്ചു മാറ്റണം തങ്ങള്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ വലിയ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ വിരൽ മുറിച്ചു മാറ്റണം, പഴുപ്പായി അത് കാൽപത്തിയിലേക്ക് പടർന്നു കയറും, വലിയ പ്രയാസമാ. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. കാല് പഴുത്തു, പഴുപ്പ് മുകളിലേക്ക് കയറാൻ തുടങ്ങി, വേദനയായി. ഉർവ റളിയല്ലാഹു തആല അൻഹു പിന്നെയും വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു, തങ്ങളെ അന്നേ പറഞ്ഞതാ കാലിന്റെ ഒരു വിരൽ മുറിക്കാൻ, ഇപ്പൊ കാൽപത്തി മുഴുവനും മുറിക്കേണ്ട അവസ്ഥയെത്തി. പഴുപ്പ് മുകളിലേക്ക് കയറി, ഇപ്പൊ കാൽപത്തി മുറിക്കണം. ഉർവ റളിയല്ലാഹു തആല അൻഹു അപ്പോഴും തയ്യാറായില്ല, കാര്യമാക്കിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴുപ്പ് മുകളിലോട്ട് കയറി, കാലിന് വല്ലാത്ത വേദന. വൈദ്യന്മാര് പറഞ്ഞു, ഇനി കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കണം. പഴുപ്പ് മുകളിലേക്ക് കയറി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുറിക്കണം. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു കാല് മുറിക്കാൻ സമ്മതിച്ചു. പെങ്ങളെ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. അതാ കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, ലഹരി കൊണ്ടുവന്ന് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊന്ന് കുടിക്കണം തങ്ങള്, ഇതൊന്ന് കുടിക്കണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ ഞാൻ കള്ളു കുടിക്കുന്നത്? തങ്ങള് വേദന അറിയാതിരിക്കാനാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കാല് മുറിക്കുന്നതിന്റെ വേദന അല്പം കുറവ് കിട്ടുമല്ലോ, അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് കള്ള് കുടിക്കാൻ പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ കള്ള് കുടിക്കൂല, ഒരിക്കലും ഞാനതിന് തയ്യാറാകില്ല. അവര് പറഞ്ഞു, പിന്നെ എങ്ങനെ മുറിക്കും തങ്ങള്? ഈ കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാണ്. പച്ചയായ ഒരു മനുഷ്യന്റെ കാലെങ്ങനെ വെട്ടി മുറിക്കാനാണ്? ഉർവതങ്ങള് പറഞ്ഞു, ഞാനതിനൊരു വഴി പറഞ്ഞു തരാ. പെങ്ങളെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സമ്മതിക്കുകയാണ്. പടച്ചവനെ ഒളുവെടുത്തു, അതാ മുസല്ലയിലേക്ക് കയറി നിന്നു. അല്ലാഹുനായ ഉർവതങ്ങൾ ഓതുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. യാ
അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ബഹു അബ്ൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉർവദങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് മനസ്സിലാക്കി ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു കള്ളക്കഥയല്ല പറയുന്നത്. ഉർവദങ്ങളുടെ ചരിത്രം ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവദങ്ങള് അതപ്പോ ഉർവ റളിയല്ലാഹു തആല ഖുർആൻ ഓതി നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടത്തെ കാൽപ്പത്തി ഉണ്ടല്ലോ, കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉർവദങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. പടച്ചവനെ, വൈദ്യന്മാരെന്തു ചെയ്തെന്നറിയുവോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു വഴിയായി അവര് ചെയ്തിരുന്നത് തിളപ്പിച്ച സൈത്തണ്ണ മുക്കുകയാ. സൈത്തണ്ണ കൊണ്ടുവന്ന് തിളപ്പിക്കുകയാണ്. ആ എണ്ണ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അടുക്കളയിൽ കടുക് പറക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാടെ തെറിച്ച സഹിക്കാൻ കഴിയാത്ത പെങ്ങള് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ചു മാറ്റിയ കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല ഉമ്മ, അറിഞ്ഞില്ല ഉമ്മ. നിസ്കാരത്തിലാ ഉപ്പ ഉർവദങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയുവോ? സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ആ നരകത്തിന്റെ രംഗം പറയുന്ന ആയത്ത് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ മുക്കുന്നത്. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ. ഉർവദങ്ങള് പടച്ചവനെ അവസാനം ബോധം കെട്ട് താഴെ വീഴുകയാ. റബ്ബേ, അതാ ഉർവ റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെങ്ങളെ, ഇതിനാ മോളെ നിസ്കാരം എന്ന് പറയുന്നത്, ഇതിനാ ഉമ്മ നിസ്കാരം എന്ന് പറയുന്നത്. നീ ഒരു കൊതുവ് കടിച്ചാൽ അറിയുന്നവളല്ലേ? നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമെന്നും മൂടിക്കൊണ്ടുപോയാ അതുപോലും നമ്മൾ അറിയുന്നവരാ. എന്നാ ഉർവദങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ കാലി വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. വൈദ്യന്മാർക്ക് സങ്കടമായി. പടച്ചവനെ, ഉർവദങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അതുകൊണ്ട് അവര് വല്ലാത്ത ടെൻഷനിലാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഉർവദങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരുന്നത്. ഉർവദങ്ങളെ തെരഞ്ഞുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉർവദങ്ങൾ എവിടെ, എന്തിനാ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉർവദങ്ങളുടെ ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. മരണം പറയാമെന്നതാണ്. കാല് മുറിച്ചിട്ടിരിക്കുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ചിരിക്കുകയാണ്. അവസാനം ഉർവദങ്ങൾക്ക് ബോധം വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കരിച്ചു കൊണ്ടിരുന്നപ്പോ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ ഇന്നാ
ഇന്നാലില്ലാ അൽഹംദുലില്ലാ. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങള്. ഇന്നാലില്ലാ അൽഹംദുലില്ലാ. വൈദ്യന്മാര് ചോദിക്കുകയാണ്, കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? ഉർവതങ്ങൾ പറയുകയാണ്, 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ അല്ല തിരിച്ചെടുത്തുള്ളൂ. എന്തിനാ തങ്ങളെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കിയുള്ള മക്കൾ അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. ഇത് പറഞ്ഞിട്ട് കരയുകയാണ്. ഇത് പറഞ്ഞിട്ട് ഉർവതങ്ങളുടെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? മകൻ മരിച്ചെന്ന് പറഞ്ഞ പറയാത്ത മനുഷ്യരു, കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പ കരയാത്ത ഉർവതങ്ങളോട് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാ, ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരഞ്ഞതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതുപോലെ ഒരു റക്അത്ത് ജീവിതത്തിൽ ആരെങ്കിലും നിസ്കരിച്ചവരുണ്ടോ?